എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മാവ് കോരി ഒഴിച്ച ഇലയടയാണ്. നമ്മളിന്ന് ഈ ഒരു അട തയ്യാറാക്കി എടുക്കുന്നത് നിത്യവും തയ്യാറാക്കുന്ന ഒരു രീതിയിലല്ല. അരി വെള്ളത്തിൽ കുതിർത്തിയെടുത്ത് അരി അരച്ചെടുത്തിട്ടാണ് ഇതുപോലെ മാവ് കലക്കി തയ്യാറാക്കുന്നത്. ഈ ഒരു ഇലയട കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ്. കൈകൊണ്ടൊന്ന് തൊട്ടാല് പൊട്ടിപ്പോകും വിധമാണ് നമുക്കിതിനെ വേവിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഇനി ഇലയടയൊക്കെ തയ്യാറാക്കി എടുക്കാനായിട്ട് അരിപ്പൊടിയുടെ ഒന്നും ആവശ്യം ഒട്ടും തന്നെ ഇല്ല. അരി അരച്ച് ഉടൻ തന്നെ നമുക്ക് അട തയ്യാറാക്കി എടുക്കാനും സാധിക്കും. നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. നല്ലൊരു ഇലയട തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടെന്ന് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ ലൈക്കിൽ തരാനും മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് മാവ് കോരി ഒഴിച്ച് ഇലയട തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. കോരി ഒഴിച്ച ഇലയട തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് അളവില് പായസം വെക്കുന്ന അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ അരിയെ ഒന്ന് കുതിർത്താനിട്ട് വെക്കാം. അരി ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്കൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. നിങ്ങളുടെ കൈവശം ഇതുപോലൊരു അരി ഇല്ലെങ്കിൽ സാധാരണ വീട്ടിലുള്ള പച്ചരി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അരി നല്ലവണ്ണം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ ഒന്ന് കുതിർത്താൻ വെച്ച് കൊടുക്കുന്നത്. അരി വളരെ എളുപ്പത്തിൽ തന്നെ കുതിർന്ന് കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാനിതുപോലെ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു 2 മണിക്കൂർ നേരത്തേക്ക് അരിയെ കുതിർത്താൻ മൂടി മാറ്റി വയ്ക്കാം. അരി കുതിർത്താൻ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അരിയുടെ മൂടി തുറന്ന് നോക്കാം. 2 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ അരി ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കുടൻ തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടൊന്ന് അരച്ചെടുക്കാം. അരി മുഴുവനും ജാറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അരച്ചെടുക്കുന്നതിന് ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അരച്ചെടുക്കുന്നതിനായിട്ട് 1/2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നൊരു 1/4 ഗ്ലാസ് മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നല്ല വെണ്ണ പോലെ തന്നെ ഇവിടെ അരച്ചു കൊടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത മാവിനെ അതേ ബൗളിലേക്ക് തന്നെയാണ് മാറ്റുന്നത്. ഇതേ ഒരു കട്ടിയോടുകൂടി തന്നെയാണ് നമുക്ക് മാവിനെ അരച്ചെടുക്കേണ്ടതും. ഇനി നമുക്ക് ഈ മാവിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൂടെ കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ മാവ് നല്ല കട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് ഇത്രയും കട്ടിയോടുകൂടി തന്നെയാണ് അരച്ചെടുക്കേണ്ടതും. നമ്മൾ ഈ മാവിനെ ഇലയിലേക്ക് കോരി ഒഴിച്ചാണ് തയ്യാറാക്കാൻ പോകുന്നത്. മാവ് ലൂസായി പോയാൽ നമ്മുടെ ഇലയട ശരിയാകാതെ ആകും. ഇനി നമുക്ക് ഈ മാവിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർക്കണം. നെയ്യും ചേർക്കുമ്പോൾ നമ്മുടെ അടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റൊക്കെയാണ് കിട്ടുക. നെയ്യ് കൂടെ ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മാവിനെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇലയടയുടെ ഫില്ലിങ് തയ്യാറാക്കാം. ഫില്ലിങ് തയ്യാറാക്കാനും വേണ്ടിയിട്ട് 250 ഗ്രാം അളവില് ഒരു കട്ട ശർക്കര എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ശർക്കരയെ ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുക്കിയെടുക്കാനും വേണ്ടിയിട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ശർക്കര ഒന്ന് ഉരുക്കി കിട്ടാനായിട്ട് അടുപ്പിലേക്ക് മാറ്റാം. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ശർക്കര ഒന്ന് ഉരുക്കി വരട്ടെ. അതുവരെയും നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കാം. ശർക്കര ഉരുക്കി വരട്ടെ. ആ ഒരു സമയം കൊണ്ട് ഇതുപോലൊരു നാളികേരത്തിനെ നമുക്കൊന്ന് തിരുമിയെടുക്കാം. ഈ സമയത്ത് ശർക്കര നല്ലതുപോലെ ഉരുക്കിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ശർക്കര അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ അലുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കര പാനിയെ ഒന്ന് അരിച്ചുകൂടി എടുക്കണം. വീണ്ടും ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ ഒരു പാനിലേക്കാണ് നമുക്ക് ഈ ശർക്കര പാനിയെ അരിച്ചൊഴിക്കേണ്ടത്. ശർക്കര പാനി അരിച്ചൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് തിളച്ചു വരാനായിട്ട് ഒന്നുകൂടെ വെയിറ്റ് ചെയ്യാം. ശർക്കര പാനി വീണ്ടും തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. തിളച്ചു വന്ന ശർക്കര പാനിയെ നല്ലതുപോലെ അടിച്ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലവണ്ണം തിളച്ചുകൊണ്ടിരിക്കുന്ന ശർക്കര പാനിയിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച നാളികേരം തിരുമിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നാളികേരവും ശർക്കര പാനിയും കൂടി ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ശർക്കര പാനി ഒന്ന് വറ്റി കിട്ടണം. അതുവരെയാണ് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കേണ്ടത്. ശർക്കര പാനി ഈ ഒരു സമയത്ത് നല്ലവണ്ണം തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവില് നെയ്യ് കൂടെ ചേർക്കണം. നെയ്യും കൂടി ചേർത്ത് നമ്മുടെ ഫില്ലിങ് തയ്യാറാക്കുമ്പോൾ നമ്മുടെ ഫില്ലിങ്ങിന് നല്ല ടേസ്റ്റ് ഒക്കെയാണ് കിട്ടുക. ഇനിയിപ്പോൾ ഒന്നുകൂടി ഇളകി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 50 ഗ്രാമോളം അവില് കൂടെ ചേർക്കാം. നിങ്ങൾക്ക് അവില് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കാവുന്നതാണ്. ഇനി അവിലും ശർക്കര പാനിയും കൂടി ചേർത്ത് വീണ്ടും നമുക്ക് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം സിമ്മിലേക്ക് വെച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാനായിട്ടും. നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു സ്വാദ് കിട്ടുന്നതിനായിട്ട് ചുക്കും ഏലക്കായും കൂടി പൊടിച്ച പൊടിയാണ് ചേർക്കുന്നത്.
നിങ്ങൾക്ക് ജീരകപ്പൊടി ചേർക്കാൻ താല്പര്യമാണെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയാണ്. അതിനുശേഷം നമുക്ക് കോരി ഒഴിച്ച ഇലയുടെ തയ്യാറാക്കാൻ തുടങ്ങാം. കോരി ഒഴിച്ച ഇലയുടെ തയ്യാറാക്കി എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കൊരു ആവിപ്പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കണം. നമ്മൾ മാവ് കോരി ഒഴിച്ചാണ് ഇലയുടെ തയ്യാറാക്കുന്നത്. ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് ആവിയിലേക്കാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ പാത്രത്തിൽ നിന്നും നല്ല പോലെ ആവിയും വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് നല്ല വലിപ്പത്തിലുള്ള വാഴ ഇലയാണ്. വാഴയില ഞാനിവിടെ വാട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കോരി ഒഴിച്ച ഇലയുടെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വലിപ്പത്തിലുള്ള വാഴ ഇലയാണ് വേണ്ടത്. ഇനി നമുക്ക് ഈ വാഴ ഇലയിലേക്ക് ഓരോ തവി മാവും കോരി ഒഴിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചുകൂടെ കൊടുക്കാം. നമ്മുടെ ഇലയുടെ വലിപ്പത്തിനനുസരിച്ചായിരിക്കണം നമുക്കിതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കേണ്ടതും. മാവ് ഇവിടെ നല്ല ഷേപ്പായിട്ട് തന്നെ നമുക്ക് ചുറ്റിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ലിങ് കൂടെ വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇലയുടെ രണ്ടറ്റവും ഇതുപോലെ ഒന്ന് ചേർത്ത് ഒട്ടിച്ച് കൊടുക്കാം. അട ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ട് വശവും ഒന്ന് മടക്കിയും കൂടെ കൊടുക്കണം. താഴെ നിന്ന് മുകളിലേക്കും മുകളിൽ നിന്ന് താഴേക്കുമാണ് നമുക്ക് മടക്കി എടുക്കേണ്ടത്. അതിനുശേഷം ഇതുപോലെ ഒരു ബോക്സ് പോലെയാണ് നമുക്ക് ആക്കിയെടുക്കേണ്ടതും. അതിനുശേഷം ഇതുപോലെ തന്നെ അടുത്തതും ചെയ്തെടുക്കുവാണ്. നല്ല പെർഫെക്റ്റ് ഷേപ്പായിട്ട് തന്നെയാണ് നമുക്ക് അട പരത്തിയെടുക്കാൻ സാധിക്കുന്നത്. വീണ്ടും നമുക്ക് ഇതിനുള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് ഇലയട മടക്കിയെടുക്കാം. ഒരു വശം ഇതുപോലെ ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ വശവും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് താഴെ നിന്നും മുകളിലേക്കും മുകളിൽ നിന്ന് താഴേക്കും മടക്കി കൊടുക്കാം. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഇലയുടെയും പാകമായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഇലയുടെയും നമുക്ക് അടുപ്പിലേക്ക് മാറ്റാം. അങ്ങനെ എല്ലാ ഇലയുടെയും പരത്തി അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആവിപാത്രത്തിനെ മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലും അതിനുശേഷം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമുക്ക് വേവിച്ചെടുക്കേണ്ടത്. അട വേവിക്കാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടയുടെ മൂടി തുറന്ന് നോക്കാം. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഇലയട എല്ലാം നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടയെ ഒന്ന് തുറന്നുകൂടെ നോക്കാം. നല്ല ചൂടുള്ളത് കൊണ്ടിട്ട് ഞാൻ ഇതുപോലെ ഒരു ചട്ടുകം വെച്ചിട്ടാണ് എടുക്കാൻ പോകുന്നത്. അട ഇപ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്കാണ് അടയെ മാറ്റേണ്ടത്. ഇലയുടെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ അടയെ ഒന്ന് തുറന്നുകൂടെ നോക്കാം. പ്ലേറ്റിലേക്ക് മാറ്റിയ ഇലയടയെ ഒന്ന് മറിച്ചിട്ടതിന് ശേഷം ഇതിന്റെ രണ്ട് ഭാഗവും നമുക്കൊന്ന് തുറന്ന് നോക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ അട വെന്ത് കിട്ടിയിട്ടുള്ളത്. കൈകൊണ്ട് തൊട്ട് നോക്കിയാൽ പൊട്ടിപ്പോകും വിധമാണ് നമുക്കിവിടെ വേവിച്ചെടുക്കാനും സാധിച്ചിട്ടുള്ളത്. വളരെ തിന്നായിട്ട് തന്നെയാണ് നമ്മൾ ഈ അടയെ പരത്തിയെടുത്തിട്ടുണ്ടായിരുന്നതും. ആദ്യ ഇലയുടെ ഒന്ന് തുറന്ന് നോക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ അടുത്തത് നമുക്കിതുപോലെ തന്നെ ഒന്ന് തുറന്ന് നോക്കാം. രണ്ടാമത്തെ ഇലയുടെയും ഇവിടെ തുറന്ന് നോക്കുവാണ്. ഈ ഒരു അടയും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്കിവിടെ വേവിച്ചെടുക്കാനും സാധിച്ചിട്ടുള്ളത്. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഇലയുടെ എല്ലാം ഇവിടെ തുറന്ന് നോക്കിയിട്ടുണ്ട്. എല്ലാ അടയും വായിലിട്ടാൽ അലിഞ്ഞു പോകും വിധമാണ് നമുക്കിവിടെ വേവിച്ചെടുക്കാനും സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ളൂട്ട് കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. ഇനി ഇലയുടെ തയ്യാറാക്കി എടുക്കാനായിട്ട് അരിപ്പൊടി ഒന്നും തന്നെ വേണ്ട. അരി കുതിർത്തി അരച്ചെടുത്താൽ ഉടൻ തന്നെ നമുക്ക് ഇലയുടെ തയ്യാറാക്കാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് തന്നെ വിശ്വസിക്കുവാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണേ. ഫോളോ ചെയ്തിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറക്കരുത്. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം തന്നെയും നിങ്ങളുടെ കയ്യിൽ നോട്ടിഫിക്കേഷൻ വഴിയായിട്ട് എത്തുന്നത്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനകരമായിട്ടുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദിയും സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.